ദൂരെയായി എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും അതെന്താണെന്ന് അവരെല്ലാവരും നോക്കുമ്പോൾ ദൂരെയായി കടലുപോലെ ആയിരക്കണക്കിന് തിമിംഗലങ്ങളെ അവിടെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതോടെ എല്ലാവർക്കും സന്തോഷമാവുകയും ഇന്ന് തന്നെ നമുക്ക് എല്ലാ ബാരലും നിറയ്ക്കാനുള്ള എണ്ണ കിട്ടുമെന്നൊക്കെ അവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെ എപ്പോഴത്തെയും പോലെ 3 ബോട്ടിലായി കയറി അവർ തിമിംഗലങ്ങളെ വേട്ടയാടാനായി അവയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള തിമിംഗലങ്ങൾ കൂട്ടമായി കിടക്കുന്നു. ഇത് കണ്ട് എല്ലാവർക്കും ആവേശം കൂടുകയും അങ്ങനെ അവരെല്ലാവരും അതിനെയൊക്കെ പിടിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ പൊളിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ബോട്ടിലുള്ളവരും തൊട്ടടുത്തുള്ള തിമിംഗലങ്ങളെ ചാട്ടുളി എറിഞ്ഞു കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഒറ്റ എറി പോലും തിമിംഗലങ്ങൾക്ക് കൊള്ളുന്നില്ല. പെട്ടെന്ന് വലുതെന്തോ അവരുടെ അടുത്തേക്ക് വരുന്നതായി തോന്നുകയും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഓവന്റെയും കൂട്ടരുടെയും ബോട്ട് ഒരു തിമിംഗലം അടിച്ച് തെറിപ്പിച്ച് എല്ലാവരും വെള്ളത്തിലേക്ക് വീണിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരുവിധം അവർ മുകളിലേക്ക് പൊങ്ങി വന്ന് നോക്കുമ്പോൾ അതിഭീകരനായ ഒരു തിമിംഗലം തങ്ങളുടെ തൊട്ടടുത്ത് ഉള്ളതായി കാണുകയും എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഒരുവിധം അവർ ബോട്ടൊക്കെ തിരിച്ചിട്ട് എങ്ങനെയെങ്കിലും അതിലേക്ക് കയറി പറ്റുകയും ശേഷം വെള്ളമൊക്കെ ബോട്ടിൽ നിന്ന് കോരി കളഞ്ഞ് അതിന്റെ ദ്വാരങ്ങളൊക്കെ അടച്ചിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തകർന്ന ആ ബോട്ടിലുള്ളവർ കപ്പലിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ നേരെ കപ്പലിലേക്ക് എത്തുകയും ബോട്ടൊക്കെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം പെട്ടെന്ന് തന്നെ പണി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയും വീണ്ടും അവർക്ക് തിമിംഗലങ്ങളെ പിടിക്കാൻ വേണ്ടി ബോട്ടിന്റെ കേടുപാടുകളെല്ലാം പണിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ സമയം കൊണ്ട് മറ്റ് ബോട്ടുകളിലുള്ളവർ തിമിംഗലങ്ങളുടെ ദേഹത്തേക്ക് ചാട്ടുളി അടിച്ചുവിട്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റന്റെ ബോട്ടിലുള്ളവർ കുഞ്ഞിനോടൊപ്പം പോയ ഒരു തള്ള തിമിംഗലത്തിന്റെ മർമ്മത്തിലേക്ക് ചാട്ടുളി അടിച്ചു വിടുകയും അതിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സമയം ഓവൻ ബോട്ട് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ കപ്പലിൽ എന്തോ വന്ന് ഇടിക്കുകയും എല്ലാവരും മറിഞ്ഞു വീഴുകയും ചെയ്യും. നേരത്തെ കണ്ട തിമിംഗലം തന്നെയാണോന്നറിയാതെ എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അടിയിലേക്കൊന്ന് വന്ന് നോക്കാൻ ഒരുത്തൻ വിളിക്കുകയും ഓവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ പണി കിട്ടിയെന്ന് അവർക്ക് മനസ്സിലാവുമ്പോഴേക്കും വീണ്ടും ആ ജീവി കപ്പൽ ഇടിച്ച് തകർക്കുകയും നോക്കുമ്പോൾ ആ ജീവി കപ്പൽ തകർക്കാൻ വളരെ ദേഷ്യത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണെങ്കിൽ തകർത്തേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ്. കപ്പലാണെങ്കിൽ നിയന്ത്രണമില്ലാതെ കറങ്ങി തിരിഞ്ഞ് ഒടുവിൽ റെഡിയാവുകയും അപ്പോഴേക്കും ഓവൻ മുകളിലേക്ക് കയറി വന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങോട്ടൊന്ന് നോക്കിയെന്ന് മുകളിലുള്ളവൻ വിളിച്ചു പറയുകയും നോക്കുമ്പോൾ ഭീകരനായ നേരത്തെ കണ്ട തിമിംഗലം വളരെ ദേഷ്യത്തോടെ അവിടെ ആകെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിമിംഗലം ഇത്രയും വയലന്റായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവനെ ഞാൻ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് അവർ നേരെ ചെന്ന് ഒരുപാട് ചാട്ടുളികൾ എടുത്ത് എല്ലാം കൂടെ ഓവൻ കൂട്ടിക്കെട്ടുകയും അതുമായി നല്ലൊരു അറ്റാക്കിന് തയ്യാറാവുകയും ചെയ്യും. ഇത്തവണ കപ്പൽ വെച്ച് തന്നെ അതിനെ പിടിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചാട്ടുളിയുടെ അറ്റം അവർ കപ്പലിൽ തന്നെ കെട്ടിവെക്കുകയും ശേഷം അത് അടുത്തേക്ക് വരാൻ അവൻ കാത്തു നിൽക്കുകയും ചെയ്യും. അപ്പോഴേക്കും അത് വീണ്ടും ദേഷ്യത്തിൽ കപ്പലിന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയും ഉടൻ അവൻ ചാട്ടുളി നേരെ അതിന്റെ കണ്ണിൽ തന്നെ എറിഞ്ഞു കൊള്ളിക്കുന്നതോടെ അത് ആകെ ദേഷ്യത്തിൽ വാല് വെച്ച് ഒരടി അടിച്ചുകൊണ്ട് അവിടെ നിന്ന് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. വളരെ വേഗത്തിൽ അടിയിലേക്ക് പോകുന്നതോടെ കയറ് വലിഞ്ഞ് നങ്കൂരമൊക്കെ ഇളകിത്തെറിച്ചു പോവുകയും അവരെല്ലാവരും കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതാണെങ്കിൽ വെപ്രാളത്തിൽ വീണ്ടും